അനിൽകുമാറിനെ പോലുള്ള ആളുകളുടെ വെല്ലുവിളി ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് 10 മടങ്ങ് ഇരട്ടിയോട് നടത്തണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നീ കുറച്ച് കാണല്ലേ, നീ കുറച്ച് നാളായിട്ട് നീ കുറച്ച് കണ്ടുകൊണ്ടിരിക്കണേ. കാരണം അനിൽകുമാറിനെ പോലുള്ള ആളുകൾ തൃക്കാക്കരയിൽ വെല്ലുവിളിച്ചു, പുതുപ്പള്ളിയിൽ വെല്ലുവിളിച്ചു. ഞങ്ങളുടെ ഭൂരിപക്ഷം അതിനു മുമ്പ് ജയിച്ച ആളുകളെക്കാൾ ഇരട്ടിക്കപ്പുറം പോയി. അപ്പൊ അനിൽകുമാർ ഇനിയും വെല്ലുവിളി നടത്തണം. കാരണം നിങ്ങൾ തുറന്നു കാട്ടിയെന്ന് പറഞ്ഞല്ലോ കുറെ കാര്യങ്ങൾ. നിങ്ങൾ എന്താ തുറന്നു കാട്ടിയ? പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കാത്തത് തുറന്നു കാട്ടിയോ? സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം DA കുടിശ്ശിക ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ തുറന്നു കാട്ടിയോ? KSRTCയിലെ ശമ്പളം മുടങ്ങുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ? സപ്ലൈകോ ഔട്ട്ലെറ്റ് കാലിയായിരിക്കുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ? രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം നിങ്ങൾ തുറന്നു കാട്ടിയോ? വെള്ളക്കരവും വൈദ്യുതി ചാർജും വർദ്ധിപ്പിച്ച് നിങ്ങൾ തുറന്നു കാട്ടിയോ? PP ദിവ്യ 2 ആഴ്ചക്കാലം സംരക്ഷിച്ചതിന് ശേഷം 1.5 ആഴ്ച ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തു വരുമ്പോ തെറ്റ് തിരുത്തി ഞങ്ങൾ കൂടെ നിർത്തി. പിന്നെ നീ ഇരിക്കണ്ട, നീ ഇരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ തുറന്നു കാട്ടിയോ? പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെ പോയി സംരക്ഷിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നത് സന്തോഷമുണ്ടെന്ന് PK ശ്രീമതിയെ പോലുള്ള ആളുകൾ പറയുന്നത് നിങ്ങൾ തുറന്നു കാട്ടിയോ? ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ് ഒരു തർക്കക്കാരൻ. നിങ്ങൾ ഇതൊക്കെ ചർച്ച ചെയ്തോ? നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സങ്കടം നിങ്ങൾ തുറന്നു കാട്ടിയോ? നിങ്ങൾ വണ്ടിപ്പെരിയാറിലെയും വാളയാറിലെയും പിഞ്ചു പെൺകുട്ടികളെ കൊന്നു കെട്ടിത്തൂക്കിയ CPM നേതാക്കന്മാരെ സംരക്ഷിച്ച CPMന്റെ പ്രവർത്തകരെയൊക്കെ സംരക്ഷിച്ച പോലീസിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ? കൊടകരയിലെ കള്ളപ്പണം പിടിക്കാൻ പറ്റാത്ത സംസ്ഥാന സർക്കാരിനെ BJPക്കും RSSനും വിടുപണി ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഒത്താശ ചെയ്യുന്ന പോലീസ് വകുപ്പിനെ നിങ്ങൾ തുറന്നു കാട്ടിയോ? കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ടു പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. നിങ്ങൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ആകെ തുറന്നു കാട്ടിയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നീല പെട്ടി മാത്രമാണ്. ഇനി എനിക്ക് സഹിക്കാൻ പറ്റില്ല.